ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. സ്പെഷ്യൽ ഡേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എനിക്ക് അത്രയ്ക്കും ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഇതാ എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വരുന്നത്. അതും എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത്. ആൾക്ക് ലീവ് ഒന്നുമില്ല, ആകെ ഒരു ദിവസമാണ് ലീവ്. അത്ര ദൂരത്തിൽ നിന്ന് ആൾ കഷ്ടപ്പെട്ടാണ് വരുന്നത് കേട്ടോ. ആദ്യം വന്നത് ഓട്ടോ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എന്തിനാ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് ഞാൻ ചിന്തിച്ചത്. എപ്പോഴും ആൾ ഫ്ലൈറ്റിലാണ് വരാറ്, പക്ഷെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇല്ല. അതുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വന്ദേ ഭാരത് പിടിച്ചിട്ടാണ് ആൾ വരുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ട്രെയിനും എത്തിയിട്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ സോനു ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞത് അവർ ഫുഡും കൊണ്ടുവന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ആൾ ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് നോക്കുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി നേരെ ഒരു ഓട്ടോ പിടിച്ചു, കാരണം ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ വേഗം ആ ഓട്ടോ ചേട്ടൻ എയർപോർട്ടിലേക്ക് എത്തിച്ചു. അങ്ങനെ കറക്റ്റ് ടൈം തന്നെ എയർപോർട്ടും എത്തി, ഫ്ലൈറ്റും വന്നു. അങ്ങനെ ആൾ ഫ്ലൈറ്റിൽ കയറാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും നടക്കുമ്പോൾ ഞാനൊന്നും അറിയുന്നില്ല കേട്ടോ ആളിന്ന് വരുന്നോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നാൾ വരുന്നത്, കാരണം ആൾക്ക് ലീവ് ഇല്ലാതെ എനിക്കറിയാം. പക്ഷെ ഈ വൺ ഡേക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ ഫ്ലൈറ്റിലും കയറി ഒരു ഫിലിമൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ആൾ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് നേരെ ആൾ ടാക്സിയും പിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലല്ലത്, ഞാൻ എൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. സോ അവിടെ പോയി ഫ്രഷ് ആയിട്ടാണ് ആൾ വരുന്നത്. അങ്ങനെ എൻ്റെ കഥാനായകൻ എൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. പക്ഷെ ഇതൊന്നും ഞാൻ അപ്പോഴും അറിയുന്നില്ല. അങ്ങനെ ആളിതാ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടോന്നൊക്കെ നല്ലോണം നോക്കണ്ടേ. എവിടെ 11:30 ടൈം. പക്ഷെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഹാളിൽ TV കണ്ടുണ്ട്. പക്ഷെ ഞാൻ സൗണ്ടൊന്നും കേട്ടില്ല കേട്ടോ, കാരണം അത്ര പതുക്കെയാണ് ആൾ കയറി വന്നത്. വീട്ടിലെത്തിയിട്ട് ഫ്രണ്ടിലൂടെ കയറാതെ ബാക്കിലൂടെയാണ് കേട്ടോ ആൾ കയറുന്നത്. ഞങ്ങളുടെ ബാക്കിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്, സോ അതിയാണ് കയറി ചെല്ലുന്നത്. ആളുടെ കയറി കേക്ക് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ റൂമിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന്. കൂട്ടുകാരോട് പറയായിരുന്നു മെല്ലെ പറ, ആ സൗണ്ട് ഇട്ടാൽ അവൾ താഴെ കേൾക്കും, AC ഫാനും ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് മെല്ലെ പറ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതാ അവർ ഫുൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ആലോചിക്കുകയായിരുന്നു അച്ഛനെ എങ്ങനെ മേലെ കൊണ്ടുവരും, എന്ത് പറഞ്ഞിട്ട് മേലെ കൊണ്ടുവരും. ഇതായിരുന്നു അടുത്ത ഡൗട്ട് വന്നിട്ട്. പിന്നെ ഇവൻ്റെ ഏകദേശം ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ കേക്ക്. അങ്ങനെ ഞാൻ 30ലേക്ക് കടന്നു. അത് കറക്റ്റായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും റൈറ്റിങ്സ് എഴുതണ്ടായിരുന്നു, പക്ഷെ അവരതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരവിടെ പെട്ടെന്ന് തന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. കേക്കിൻ്റെ പരിപാടികൾ എന്തൊക്കെയോ ചെയ്യേണ്ടായിരുന്നു. കേക്ക് ഒന്ന് ചരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു, നല്ലോണം പോയി. പിന്നെ തിരിച്ച് അതേ പൊസിഷനിൽ കൊണ്ടുപോയി വെച്ചതാണ്. നല്ല അടിപൊളി ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എന്തായാലും റൂം നല്ല പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും നല്ല പോലെ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനൊരു സർപ്രൈസ് പ്രതീക്ഷിച്ചേ ഇല്ലായിരുന്നു. അത് സോനു വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവരെന്തെങ്കിലും ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ സോനു വരുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇതാ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് മേഘ വരായിരുന്നു കേട്ടോ. മേഘ വന്ന് പറഞ്ഞത് കുട്ടു എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കുന്നു, ഒന്ന് മേലെ കയറി വന്ന്. അപ്പം ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. എന്താണെന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് മേലെ കയറി വന്നത്. അതിൽ വീഡിയോ എടുക്കാൻ വേണ്ടി കുട്ടു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആൾക്കത് കിട്ടിയില്ല, കാരണം ഞാൻ അത്ര സ്പീഡിലാണ് വന്നത്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ എന്താണിത് എന്നുള്ളൊരു ഷോക്കിലായിരുന്നു നിന്നത്. പക്ഷെ അതിനും ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ഇതാ ബാക്കിൽ നിന്ന് ഒരാൾ എണീറ്റ് വരുന്നത്. അതുകൂടി കണ്ടപ്പോൾ ദൈവം ഇത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, സ്വപ്നമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ട് ഒരു നിമിഷം ഞാൻ അവിടെ ഷോക്കായി നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെയാണ് ഞാൻ അങ്ങനെ നിന്നത്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടു. ഞാൻ പിന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച്. ഇറ്റൂസ് ആണെങ്കിൽ അതിലേറെ ഹാപ്പിയാണ്. അവളും പ്രതീക്ഷിച്ചിട്ടില്ല ഇതെന്താ ഇവിടെ സംഭവം. അവൾക്ക് ഒന്നാമത് കേക്ക് കട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കേക്കും പിന്നെ അച്ഛനും എല്ലാവരും കൂടി വന്നു. അവൾക്കും ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 12:10 ആയിട്ടുണ്ടായിരുന്നു. എന്നാലും അവളും ഉറങ്ങാതെ നല്ല പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആള് ഫുൾ ഹാപ്പിയാണ് കേട്ടോ. ആളച്ഛനെ കണ്ടതും പിന്നെ ഇത് എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും അറിയാതെ ഞാനും എന്താ ഇവിടെ ചെയ്യണ്ടേ. ഞാൻ ആ ഗിഫ്റ്റ് പോലും താഴെ വെച്ചില്ല കേട്ടോ. അതും കൈ പിടിച്ച് തന്നെ നിൽക്കണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സർപ്രൈസ് എനിക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും കിട്ടാറുണ്ട്, പക്ഷെ ഇങ്ങനൊരു സർപ്രൈസ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇതാദ്യം കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ബർത്ത്ഡേക്ക് കേക്ക് കട്ടിന്ന്. மழகாய் வந்து விழுந்தாயே வழி
പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഞാനിവിടെ ഒരു ഹോം ബേക്കറായി നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പുറത്തുനിന്ന് കേക്ക് വാങ്ങിച്ചതെന്നായിരുന്നു ഞാൻ ആദ്യം ഇതിൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ തന്നെ ഉണ്ടാക്കി തരില്ലായിരുന്നു അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. ഈ കഷ്ടപ്പെട്ട് പാലക്കാടൊക്കെ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാണ് കേട്ടോ. പിന്നെ എനിക്ക് മാംഗോ ട്രഫിളാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആൾ മാംഗോ ട്രഫിൾ തന്നെ വേണമെന്ന് പറഞ്ഞ് അത് തന്നെ ചെയ്യിപ്പിച്ചതാണ് കേക്ക്. അത് കഴിഞ്ഞ് ദൈച്ചൂസിൻ്റെ ഡാൻസ് പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ആൾക്ക് വയ്യാട്ടോ, നല്ല ക്ഷീണമുണ്ട്, കാരണം ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടു. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു, ആൾ ഫുഡൊന്നും കഴിച്ചില്ല. എന്നെ കണ്ട് ഇത്ര ഇതിൽ ഫുഡൊന്നും കഴിക്കാതെയാണ് ആൾ വന്നത്. അതുകൊണ്ട് ആൾക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും സമയമായി. പിന്നെ ആൾക്ക് എയർപോർട്ടിൽ കൊണ്ടുവിടണം. ആളാരും ഒരു ദിവസത്തെ ലീവിനാണ് വന്നത് ഞാൻ നല്ല ഹാപ്പി ആണെങ്കിലും പോകുമ്പം ഭയങ്കര സങ്കടമാണ് കേട്ടോ. ആ ടൈമിലുണ്ടാകുന്ന സങ്കടം അത് എത്രമാത്രമാണെന്ന് അത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. പറയുമ്പോൾ എന്താണിപ്പോൾ എന്നൊക്കെ പറയും, പക്ഷെ ആ ടൈമിൽ നമുക്ക് അത് പറയാൻ പറ്റില്ല. അത്രയ്ക്കും സങ്കടമുള്ളൊരു നിമിഷമായിരിക്കും അത്. അങ്ങനെ ആളുടെ അടുത്ത് ബായും പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു.